കുംഭമാസത്തിലെ ഭരണിനാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണിനാളിൽ അവസാനിക്കുന്ന ആവേശത്തിന്റെയും ആനന്ദത്തിന്റെയും ഉത്സവം കൊടുങ്ങല്ലൂർ ഭരണി. ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലായ ഈ ദിനങ്ങൾ ഉത്സവമായും ദുരിതമോചനത്തിന് ഉത്തമമായും കണക്കാക്കപ്പെടുന്നു. ഉഗ്രമായ ഭക്തിയോടെ എല്ലാ ദേശത്തു നിന്നും വെളിച്ചപ്പാടുകളും ഭക്തരും സംഘം ചേർന്നെത്തി അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിലയുറപ്പിക്കുന്നു. 12 മണിയോടെ ക്ഷേത്രനടകളെല്ലാം അടച്ച് എല്ലാവരെയും പുറത്താക്കും. അത്രയും നാൾ പൂജിച്ചിരുന്ന എല്ലാ പാത്രങ്ങളും പൂജാദ്രവ്യങ്ങളും പുറത്തേക്ക് മാറ്റും. ശേഷം അമ്പലം കഴുകി വൃത്തിയാക്കി ഓരോ പന്തീരാൻ വടിയുമായി അമ്പലത്തിന് പുറത്തേക്ക് കടന്ന ശേഷം തമ്പുരാൻ കിഴക്കേ നടപൂട്ടി കിഴക്കേ ആൽത്തറയിലും പരിസരത്തും എഴുന്നള്ളിയിരിക്കും. എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വെളിച്ചപ്പാടുകളും കാവുതീണ്ടാൻ തുടങ്ങും. 3 തവണ ഇവർ അമ്പലത്തിന് ചുറ്റും ഓടി വലം വയ്ക്കും. ഓടുന്നതിനിടയിൽ അമ്പലത്തിന്റെ ചെമ്പുപാളുകളിൽ അടിക്കുകയും ചെയ്യുന്നു. പണ്ട് കോഴിബലി ഉണ്ടായിരുന്ന സമയങ്ങളിൽ കോഴിയുടെ രക്തം വലിയൊരു പടക്കളത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയിരുന്നു. കാളിദാരിക യുദ്ധത്തിൽ ദേവിയുടെ പടയാളികളായ കാളികൂളികളുടെ പ്രതീകമായാണ് കാവുതീണ്ടാനെത്തുന്ന കോമരങ്ങളെന്നാണ് വിശ്വാസം. യുദ്ധം കഴിഞ്ഞ് തൃച്ചാന്തനച്ചാർത്തോടെ ദേവി വിശ്രമത്തിനൊരുങ്ങുമ്പോൾ കാവുതീണ്ടി യുദ്ധം അവസാനിപ്പിച്ച് കോമരങ്ങളും മടങ്ങുന്നു. ഇവരിൽ പലരുടെയും കുടുംബക്ഷേത്രങ്ങളിലും ദേശക്ഷേത്രങ്ങളിലും വീടിന്റെ മച്ചകത്തും പൂജാമുറിയിലും മറ്റും ഭഗവതിയെ കുടിയിരുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ദേവീസ്തുതികളും ഭരണിപ്പാട്ടുകളും പാടി കൊടുങ്ങല്ലൂരിലേക്ക് എത്തുന്നത്. ഇത് ദേവിയോടുള്ള ഭക്തിയുടെയും ആത്മസമർപ്പണത്തിന്റെയും ആദരവായി കണക്കാക്കപ്പെടുന്നു. ഇന്ന് കൊടുങ്ങല്ലൂർ ഭരണി അതിരുകൾ മറികടന്ന് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഉത്സവമാണ്. ഇതിനു വലിയ ചരിത്ര പ്രാധാന്യവുമുണ്ട്.